ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർണോ ഡാമിൻ്റെ ലേക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഡാം ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ് ഫുള്ളായിട്ട്. ഇതിൻ്റെ ഒരു സമ്മറിലെടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇതൊരു വലിയ ഡാമാണ്, പക്ഷേ ആ ഡാം ഇപ്പോൾ ഫുള്ളായിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ആക്ച്വലി നല്ലോണം ഫുള്ളായിട്ട് വീഡിയോ എടുക്കാം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും തണുപ്പത്ത് കൈയെല്ലാം മരവിക്കണം, നമുക്ക് ക്യാമറ പിടിക്കാൻ പറ്റാനുള്ള അതങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ ചെറിയൊരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. ഇത് ആക്ച്വലി സമ്മർ തീർന്നു കഴിഞ്ഞ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ബോട്ട് സർവീസ് എല്ലാം ഇവർ നിർത്തിവെക്കും. കാരണം എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ഫ്രോസൺ ആവും ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബോട്ടെല്ലാം അവർ ഒരു സൈഡിലോട്ട് കയറ്റിയെല്ലാം വെച്ചിട്ട് പിന്നെ ഏപ്രിൽ മെയ്യോടെ ആയിരിക്കും ബോട്ട് സർവീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ ബോട്ടിൽ നമുക്ക് ഫുൾ ഡാമിൻ്റെ ഒരു റൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റൈഡ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഒരു സ്റ്റോപ്പ് ഇടയിൽ 3-4 സ്റ്റോപ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ടൊരു ക്യാസിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെയും കുറച്ച് നേരമൊക്കെ കാണാം. അങ്ങനത്തെ രീതിയിലത്തെ കുറേ സൗകര്യങ്ങൾ ഈ ബോട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ടിക്കറ്റൊക്കെ എടുക്കുന്ന കൗണ്ടർ. ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബോട്ട് റൈഡിന് പോണ വഴിയാണിത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട്, അതേപോലെ തന്നെ അവിടെ നല്ല നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാനിന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഐസ് വന്നിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത്. അതേപോലെ ആ ഒരു ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ ഫെറി എടുക്കുന്നത്. ഫെറി എടുത്തതിന് ശേഷം നമുക്ക് ആ അപ്പുറത്തെ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബോട്ട് റൈഡിങ്ങിൻ്റെ വീഡിയോ ആണ്, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ആക്ച്വലി ആൾക്കാർ ഈ ലേക്കെല്ലാം ഒന്ന് ഫ്രോസൺ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചില ഭാഗമെല്ലാം അത് ഇത്തിരി പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് വെള്ളത്തിലോട്ട് വീഴുമോ എന്നുള്ളത്. കാരണം ചില ഭാഗമൊക്കെ ഇത്തിരി പൊളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ കുറേശ്ശെ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആ ഒരു സൈഡ് എനിക്ക് കാണാൻ പറ്റണം അത്രയും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയറക്ഷനിലോട്ട് വന്നത്. അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റില്ല. ആക്ച്വലി ആ സൈഡിൽ കുറേ ഉണ്ട് ലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർണോ ഡാമിൻ്റെ ലേക്ക്. അപ്പം ഞാൻ ഇപ്പോൾ സൈഡിലൊരു റൂട്ട് എടുത്തിട്ട് ഞാൻ നടന്നു വന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് കാല് നല്ലോണം സ്ലിപ്പായിട്ട് 3 പ്രാവശ്യം വീണായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ നടക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഏതിൽ കൂടെ നടക്കും ഒന്നിനും പിടിക്കാനും പറ്റാനുള്ള. ഞാനപ്പോൾ എറിയാനൊക്കെ നോക്കിയിട്ടാണെങ്കിലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര തണുപ്പ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാനുള്ള. കൈയെല്ലാം ഭയങ്കര ഫ്രീസായിരുന്നു. ഇത് ഡാമിനടുത്തുള്ള ഒരു റിവറാണ്. ഈ റിവർ ഫ്രോസൺ ആയിട്ടില്ല. ഇത് നല്ല ഒഴുക്കൊക്കെ ഉള്ള, ഇത്തിരി അത്യാവശ്യം ഒഴുക്കൊക്കെ ഉള്ള ടൈപ്പ് ഒരു റിവറാണ്. അപ്പോൾ ഇത്തിരി വലുതുമാണ് ഈ റിവർ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ എന്താ പറയുക, ഡക്ക്, ഈവൻ സ്വാൻ, സീഗേൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ ഇവിടെ കാണാം നമുക്ക് ആക്ച്വലി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ ഇതിനെല്ലാം ഒന്ന് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട്